ഹായ്, നമസ്കാരമുണ്ട്. കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ നമ്പർ 6 മമ്മൂക്ക, നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ ചിത്രം പേരെന്തായിരുന്നു? ഡൊമിനിക്. ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്താ റിയാക്ട് ചെയ്യാത്തതെന്നുള്ളത്. ഞാൻ ആ സമയത്ത് ക്ലാസ്സിലായിരുന്നു, എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തല്ലായിരുന്നു. ഒന്നാമത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ സമയത്ത് ചെയ്തിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ അതിൻ്റെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് തന്നെ അതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമുക്ക് ആകെ പറയാനുള്ളത് ആ പോസ്റ്റർ എങ്ങനെയുണ്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അത് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ്. ഭയങ്കര ഇഷ്ടമായി. ഇതാണ് പോസ്റ്റർ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുഴുവനായിട്ട് പോസ്റ്റർ തന്നിട്ടില്ല, അതായത് പോസ്റ്റർ ഇങ്ങനെ കട്ട് ചെയ്തത്, അങ്ങനെ ഒരു സ്റ്റൈല് ചെയ്താവാനുള്ള സാധ്യത. നമുക്കിടെ ഫുൾ ആ ഒരു ബോഡി കാണിക്കാതെ ഒരു വലത്തേക്കാണ് ശരിക്കും കാണാത്ത രീതിയിലാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് എങ്ങോട്ടോ പോവാണ്. അത് എനിക്ക് തോന്നുന്നത് മറഞ്ഞിരിക്കുക എന്നുള്ളത് പറയാതെ പറഞ്ഞതാണോ എന്നൊരു ഡൗട്ടും കൂടെ ഉണ്ട് അവിടെ. മുഴുവനല്ലാതെ മറഞ്ഞിരിക്കുക, ചെറിയൊരു ഷെയ്ഡ് അവിടെ മറഞ്ഞിരിക്കുകയാണെന്നുള്ള രീതിയിലാണോ എന്നും എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എല്ലാം കൊണ്ടും ഒരു വെറൈറ്റി പഠിച്ചതാണോ എന്ന്. പക്ഷേ ആ സ്ഥലം ഉണ്ടല്ലോ, ആ പുള്ളി നിൽക്കുന്ന റൂമും അന്തരീക്ഷവും, അത് ഭയങ്കരമായിട്ട് ഒരു ഷെർലക് ഹോംസിന്റെ ഒക്കെ പല പോസ്റ്റേഴ്സിൽ നമ്മളത് വെറൈറ്റി ആയിട്ടാണ് കാണാറുള്ളത്, പുള്ളിക്കാരൻ്റെ ഒരു ഷെയ്ഡായിട്ട് കൊടുത്തിട്ടൊക്കെ. പക്ഷെ ഇവിടെ പുള്ളിക്കാരനൊക്കെ പലപ്പോഴും നിൽക്കുന്ന ചില റൂമുകളൊക്കെ ഉണ്ടാവും, എല്ലാം വലിച്ചു വാരിയിട്ട് അവിടെയും ഇവിടെയും ഇതും ഒന്നും ഒതുക്കവും കാര്യങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ പുള്ളിക്കാരന് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് എഴുത്തുകളുടെ കളറ് പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നുള്ളതാണ്. അത് ഡൊമിനിക് എന്ന് എഴുതിയിരിക്കുന്നതും മറ്റു സംഭവങ്ങളൊക്കെ ഇതിന് ആ നീല കളർ ഉണ്ടല്ലോ, നീലയാണോ, നീല അല്ലല്ലോ അത് കറക്റ്റ്, അത് കളർ എന്താ പറയാ, എന്തൊരു പേരും അതിനുണ്ട്, നീലയോട് ചേർന്നിട്ടുള്ള ഒരു ലൈറ്റ് നീല പോലത്തെ ഒരു നിറം, അതിനെന്തോ ഒരു പേര് പറയും, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. എന്തായാലും അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പേരിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിയൻ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, ഗൗതം വാസുദേവ് മേനോൻ ഫിലിം. ഇവിടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മമ്മൂക്കന്റെ കയ്യിൽ ഒരു ലേഡീസ് പേഴ്സ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ കേസൊക്കെ അന്വേഷിച്ചിങ്ങനെ പോകുന്ന ഒരാൾ മേ ബി വലിയൊരു സംഭവത്തിലേക്ക് എത്തിപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം വരാൻ സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഒന്ന് രണ്ട് ചാനലിൽ ഞാൻ കണ്ടിരുന്നു. ആൻഡ് അതല്ലാതെ എന്തായാലും ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വീഡിയോയിലും അല്ലാതെ ഒന്ന് രണ്ട് വീഡിയോസിന്റെ ഒക്കെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സായി ശ്രീനിവാസ ആർദ്രയ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റീമേക്ക് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് ഇൻസ്പയർ ആയിട്ട് ചെയ്യുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. സോ ആ സിനിമയായിട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നെ അത് ഇങ്ങനെ സംഭവം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ കേട്ടിരുന്നു. അങ്ങനെ വേറെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇതിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്, ഒന്ന് രണ്ട് പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഇങ്ങനെ ഈ ചെറിയൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, എന്തായാലും പേര് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ ലേഡീസ് പേഴ്സും കൂടി ഉള്ളതുകൊണ്ട് സംഭവം രസമുണ്ട്. പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ വലിയ ഇന്റർനാഷണൽ ഹോട്ടലിലോ ഇന്റർനാഷണൽ മാത്രമല്ല കേട്ടോ, അങ്ങനെ ഉപയോഗിക്കുന്ന ആളുണ്ടോ എനിക്ക് അറിയില്ല, കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന ഒരു ബാത്തിക് ടവൽ ഉണ്ടല്ലോ, ആ സാധനമാണ്. ആൻഡ് അവിടെ എഴുതി ക്രൗൺ എന്തോ ഒരു സംഭവം, ക്രൗൺ ഏതൊരു ഹോട്ടൽ, കൊച്ചിയാണ് തോന്നുന്നു, KOCH വരെ കാണുന്നുണ്ട്. കൊച്ചിയിലെ ഏതോ ഒരു ഇന്റർനാഷണൽ ഹോട്ടലിലാണ് പുള്ളി സ്റ്റേ ചെയ്യുന്നത്. ആ ഹോട്ടൽ റൂമാണോ അത് എന്നാണ് തോന്നുന്നത്. ഒരു പക്ഷേ ഒരു ഏതെങ്കിലും റൂം എടുത്തിട്ട് ആ റൂമിലായിരിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി വോളിൽ എന്തൊക്കെയാണുള്ളത്? ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട്. ആക്ച്വലി ഒരു ക്യാരം ബോർഡാണ് കേട്ടോ, ക്യാരം ബോർഡാണത്. ആ ക്യാരം ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലാണ് നോട്ടീസ് ബോർഡിന് പകരം വെച്ചിരിക്കുന്ന സാധനമാണ് ക്യാരം. ആ ക്യാരം ബോർഡിൽ സെൻറ്ററിൽ ഒരു ഇത് ഫുള്ള് ക്യാരമായിട്ട് കണ്ടിരിക്കണം. അങ്ങനെയാണല്ലോ, ഓരോന്നിനെയും കോഴിയിൽ ഇട്ടിട്ട് അവസാനം റെഡിനെയും കൂടി ഇട്ടിട്ട് ഒരു കോഴി ഇടുമ്പോഴാണല്ലോ ജയിക്കുക. പത്രത്തിൽ കണ്ടെത്തുന്ന രീതിയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഇപ്പൊ നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. അതൊക്കെ ഇത്തരത്തിൽ എന്താ പറയുക, ഡീകോഡിങ് ചെയ്യുന്ന പ്രമുഖർ ചെയ്യട്ടെ. എന്തായാലും സെന്ററിലൊരു ഒരു പയ്യനോ ഒരു പുരുഷനോ ഏതോ ഒരാൾ ഉണ്ട്. എന്തായാലും ചുറ്റും 4 കോണിലായിട്ട് 4 സ്ത്രീകൾ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയൊന്നും വ്യക്തമല്ല. പിന്നെ അവരെ കുറിച്ചൊക്കെയുള്ള കുറേ നോട്ട്സ്, കാര്യങ്ങൾ, റിബൺസ്, സംഭവങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോലീസുകാരും ഡിറ്റക്റ്റീവ്സും ഒക്കെ ചെയ്യുന്ന സ്ഥിരം പരിപാടി. പക്ഷെ അവിടെ ചെയ്തിരിക്കുന്നത് ഒരു ക്യാരം ബോർഡിലാണ്. ഇതിന് മുമ്പ് ഇത് കണ്ടതിൽ എനിക്ക് ഓർമ്മയില്ല. പിന്നെ താഴെ ഒരു ചെറിയ ബെഞ്ചിൽ കാറിൻ്റെ ഒക്കെ ഉള്ളിൽ ഉണ്ടാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സീറ്റ് പോലത്തെ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്, സോഫയാണെന്ന് അറിയില്ല. ആൻഡ് സൈഡിൽ കുറേ എന്തൊക്കെയോ പോസ്റ്റർ, കുറേ സിനിമ പോസ്റ്റർ. 007 ജെയിംസ് ബോണ്ട്. പിന്നെ അതായത് പുള്ളി അവിടെ കൊടുത്തിരിക്കുന്നൊക്കെ ഡിറ്റക്റ്റീവ് ത്രില്ലർ സിനിമകളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ആരാധകനാണ് പുള്ളിക്കാരൻ. അപ്പൊ ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഈ സായി ശ്രീനിവാസ ആർദ്രയ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെയാണ് സംഭവം. ഭയങ്കരമായിട്ടുള്ള ഇത്തരത്തിൽ എന്താ പറയാ, ഒരു
ഭയങ്കര ഡിറ്റക്റ്റീവ് ആണെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള ഷെർലക് ഹോംസിനെയും ജെയിംസ് ബോണ്ടിനെയൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ താല്പര്യനായിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക. അപ്പോൾ അത് പാഷനാണ്, അത്രയും താല്പര്യത്തോട് ചെയ്യുന്ന വർക്കായിരിക്കാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ സൂപ്പർമാൻ ആണ് എന്തത്, ഇതും ഏതൊരു മൂവിയാണ് തോന്നില്ല, ശരിക്ക് കാണുന്നില്ല ബ്ലർ ആയതുകൊണ്ട്. പിന്നെ ഒരു കേബിളിൻ്റെ കണക്ഷൻ കാണുന്നുണ്ട്. പ്ലസ് താഴത്തേക്ക് വരുമ്പോൾ പുള്ളി ഇട്ടിരിക്കുന്നത് ഒരു ഹവായ് ചെരുപ്പാണ്. താഴെ കുറേ പേപ്പറൊക്കെ വലിച്ചു വാരി കിടക്കുന്നുണ്ട്. ആൻഡ് ഏതോ ഒരു ബാഗ്, ലെതർ ബാഗ് ഉണ്ട് അവിടെ, തൂക്കി പിടിക്കുന്ന ക്യാരി ബാഗ്. ആ ബാഗ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ലോക്ക് ഇട്ടിട്ടും കാണാനുണ്ട്, ലോക്കിന് ചാവിയുണ്ട്. അത് കീറി പൊളിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ലോക്ക് പൊളിച്ചിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കീറി പൊളിച്ച രീതിയിലാണ് കാണുന്നത്. പിന്നെ നമുക്ക് കാണാനുള്ളത് ഇവിടെ ഒരു പേർഷ്യൻ ക്യാറ്റ്, പേർഷ്യൻ തന്നെയല്ലേ ആ കളറുള്ള ക്യാറ്റ്. ഇപ്പുറത്തുള്ളൊരു എന്താ പറയുക അലമാരയിലൊക്കെ ബുക്കൊക്കെ വലിച്ചു വരിട്ടേക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടേക്കണം, ഒന്നും വൃത്തിക്കൊന്നും ചെയ്തിട്ടില്ല. പൊതുവെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലാണ് തോന്നുന്നു. എന്തായാലും ഒറ്റടി കണ്ടു കഴിഞ്ഞാൽ ഒരു കിടിലൻ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ മോഡ് ഒറ്റയടിക്ക് നമുക്ക് അവിടെ തന്നെ കാണാനുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ലുക്കിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ പോലും ഒരു നീല കളർ ടച്ച് കൊടുത്തിട്ടുണ്ടോ കൃഷ്ണമണിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ താടിയും ലുക്കും മുടിയും പുള്ളി ചൊറുക്കാണല്ലോ, ഇതൊന്നും പറയാനില്ല. അപ്പം എന്തായാലും ഇത്തരത്തിലാണ് സംഭവം കൊടുത്തിട്ടുള്ളത്. പ്രസന്റിംഗ് ദ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓഫ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, ഡയറക്റ്റഡ് ബൈ ഗൗതം വാസുദേവൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മമ്മൂട്ടി കമ്പനി. ആ പേരിലാണ് പ്രതീക്ഷ, മമ്മൂട്ടി കമ്പനി, ഡയറക്റ്റഡ് ബൈ മമ്മൂട്ടി കമ്പനി. വീണ്ടും ഒരു വമ്പൻ ഹിറ്റ് നമുക്ക് തരും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ത്രില്ലാണ്. കാരണം നമുക്കൊരു ഓരോ പടം ബസൂക്കയാണ്, എനിക്കൊന്ന് ബസൂക്കേക്കാൾ കൂടുതൽ ഈ സിനിമയുടെ പോസ്റ്ററോട് എനിക്കൊരു ത്രില്ല് തോന്നുന്നുണ്ട്. കാരണം ഒന്നാമത് ഞാൻ ഇത്തരത്തിലുള്ള ത്രില്ലർ സിനിമകളും ഇൻവെസ്റ്റിഗേഷൻ ജോണറൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ തെലുഗു കന്നഡയിലൊക്കെ വരുന്ന ചില ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസൊക്കെ ഭയങ്കര രസമുള്ള സിനിമകൾ. ഇപ്പോൾ ആരംഭം, അത് തന്നെയാണ് അതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഒരു സിനിമ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കണ്ടത്, തെലുഗു ആണോ കന്നഡയാണോ ഒന്നും അറിയില്ല കേട്ടോ, ലാംഗ്വേജ് ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷെ ഞാനത് കണ്ടു, അത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു, നല്ല സൂപ്പർ സിനിമ. അതായത് ജയിലിൽ പോകുന്നു, ജയിലിൽ നിന്ന് പുള്ളി ജയിലിൽ ചാടുകയാണ്. എങ്ങനെ ചാടിയെന്ന് ആർക്കും അറിയില്ല. പുള്ളിക്കാരൻ എന്തിനാണ് ജയിലിൽ വന്നത്, എന്താണ് പുള്ളിക്കാരൻ സംഭവിക്കുന്നത്, ഇങ്ങനെ കുറേ സംഭവം, ഒരു ടൈം ട്രാവലറും സാധനങ്ങളൊക്കെ ഒരു ഫിക്ഷനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന, എന്നാൽ വളരെ കൺവിൻസിംഗ് ആയി ചെയ്തിരിക്കുന്ന നല്ല ഗംഭീര സിനിമ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഒരുപാട് വരാണ്ട്. കൊറിയനൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, അവർ ഇതിൻ്റെ ആശാന്മാരാണ്, രാജാക്കന്മാരാണ് ഈ ത്രില്ലേഴ്സിൻ്റെ. അപ്പോൾ അങ്ങനത്തെ സിനിമകളോട് വലിയൊരു താല്പര്യമുണ്ട് പേഴ്സണലി, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ടൈമിൽ കൂടുതൽ അങ്ങനത്തെ സിനിമകളാണ് കാണുന്നത്. അതുകൊണ്ടാവാം എന്തോ ബസൂക്കയേക്കാൾ കൂടുതൽ ഈ പോസ്റ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് തൊട്ടിളക്കിയിട്ട് പോവുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ